ഹലോ, ദേ ഓണത്തിൻ്റെ സാധനങ്ങളൊക്കെ ദേ വീട്ടിലെത്തിയിട്ടാണ്. അപ്പോൾ പ്രേക്ഷകേട്ടന് ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിക്കേണ്ടതൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സാധനങ്ങളും എത്തി. ഇതേ പഴക്കൊലയും ഒക്കെ കൊണ്ടിട്ടാണ് പ്രേക്ഷകേട്ടൻ്റെ വരവ്. അപ്പോൾ അമലുട്ടൻ വേഗം ഓടിപ്പോയിട്ട് കീ സൗണ്ട് കേൾക്കുമ്പോഴേക്കും ഒക്കെ എടുത്തു കൊടുന്നുട്ടാ. എന്നിട്ട് അമലുട്ടൻ എല്ലാം എടുത്ത് പുറത്തേക്ക് വയ്ക്കുക. ദേ ശർക്കര വരട്ടിയും 4 വെട്ടും പഴക്കൊലയും ഇതൊക്കെയല്ലേ ഓണത്തിൻ്റെ സ്പെഷ്യൽ സാധനങ്ങൾ. അതും പിന്നെ വേണ്ട കുറച്ച് വറവും എല്ലാ ഐറ്റംസും ഇടം വരുമ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എല്ലാ ഐറ്റംസ് വാങ്ങിച്ചാലും നമ്മൾ കുറേച്ച് കാര്യങ്ങളൊക്കെ മറന്നുണ്ടാവും കേട്ടോ ഗൈസ്. നമ്മൾ എത്ര എല്ലാതും വാങ്ങിച്ചു എന്ന് വിചാരിച്ചാലും അവസാന നിമിഷം എന്തെങ്കിലും ഒന്ന് മറക്കും. നിങ്ങളുണ്ടോ ഗൈസ് അങ്ങനെ? ഞാൻ അങ്ങനെ കേട്ടോ. എന്തെങ്കിലും 1-2 സാധനങ്ങൾ മറന്നിട്ട് ഓണത്തിൻ്റെ തലേദിവസം ഉത്രാടത്തിൻ്റെ അന്ന് പുറത്തു പോകും. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാതിരിക്കും കേട്ടോ അമലുട്ടൻ. ഇഡ്ഡലിയും പഴം പുഴുങ്ങിയതും 2 തരം ചട്നിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പഴം പുഴുങ്ങേണ്ട ഒന്നോണം തൊട്ട് നമ്മൾ പഴം പുഴുങ്ങണം എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പഴം പുഴുങ്ങിയതൊന്നും അമലുട്ടൻ അത്ര ഇഷ്ടമല്ല. എന്നാലും ആൾ കഴിക്കുന്നുണ്ട്. ആദ്യമോനും ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ 2 പേരും ടിഫൻ കഴിക്കുകയാണ്. അമലുട്ടന് ഈ ഇഡ്ഡലിയുടെ കൂടെ ചട്നി നല്ല ഇഷ്ടമാണ്. അതായത് പൊട്ടുകടലിട്ടുള്ള ചട്നി നല്ല ഇഷ്ടമാണ്. ആരാധ്യമോളും അച്ചമ്മയും അവിടെ പൂക്കളിടല്ല കേട്ടോ. ആരാധ്യമോളെ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പൂക്കളിട്ടിട്ടാണ് ഫുഡ് കഴിക്കണുള്ള അമ്മ, അത് കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ വകിയ പൂക്കളെന്ന് പറഞ്ഞിട്ട് ആളുണ്ട് പൂക്കളത്തിൻ്റെ ഇതൊക്കെ വരച്ച് സെറ്റാക്കി ഞാനിടുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ഇത്തിരി ഭംഗി കുറഞ്ഞാലും ഞാൻ പറയും നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ. അപ്പോഴേക്കും മീൻകാരനൊക്കെ വന്നുട്ടാ. അപ്പോൾ മീൻകാരൻ വന്നപ്പോൾ ആവോലിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആവോലി വാങ്ങിച്ചു. അമ്മയ്ക്ക് ആവോലിയ നല്ല വലിയ മീനല്ല, അമ്മ ആവോലിയ ഏറ്റവും ഇഷ്ടം അമ്മയ്ക്ക്. അപ്പോൾ അമ്മയ്ക്കും വേണ്ടിയിട്ട് ആവോലിയൊക്കെ വാങ്ങിച്ചിട്ടാണ്. പിന്നെ ചേച്ചിക്ക് ഞങ്ങളുടെ വീട്ടിൽ തിരുവോണത്തിൻ്റെ അന്ന് സദ്യയാണ്. അന്ന് നോൺ വെജ് ഒന്നും വയ്ക്കില്ല. കഴിഞ്ഞ് പിറ്റത്തെ ദിവസമാണ് നോൺ വെജൊക്കെ വയ്ക്കുക. അപ്പോൾ അതിനും കൂടിയിട്ട് യൂസ് ചെയ്യാലോ എന്ന് വെച്ചിട്ട് കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടാ. അങ്ങനെ ആവോലിയൊക്കെ അമ്മ അങ്ങനെ ആക്കി ഇതാക്കുക നന്നാക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ളത് ഞങ്ങൾ ഇപ്പോൾ നന്നാക്കാൻ വേണ്ടി വെച്ച് ബാക്കിയുള്ളത് ഞങ്ങൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചുട്ടാ. അങ്ങനെ ഫ്രിഡ്ജിൽ ഞാൻ കൊടുക്കുന്ന പച്ചക്കറികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. കാരണം വേഗം ഇന്ന് തന്നെ എടുത്ത് അരിയണേ. അതുകൊണ്ട് ഞാൻ പിന്നെ ഓരോരോ സെക്ഷൻ തിരിച്ചൊന്നും വെച്ചില്ല. പിന്നെ നമ്മൾ ഈ ഓണത്തിൻ്റെ അന്നൊക്കെ ഓണത്തിൻ്റെ തലേദിവസത്തെ ഓണത്തിൻ്റെ അന്നൊക്കെ ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ പയറും മത്തങ്ങയൊക്കെ വെക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ ഓണത്തിൻ്റെ അന്ന് ഈ ചേട്ടൻ എല്ലാ ഓണത്തിൻ്റെ സമയത്തും വരും കേട്ടോ. അപ്പം അങ്ങനെ ആ ചേട്ടൻ്റെ നിന്നൊക്കെ അനുഗ്രഹം വാങ്ങിച്ചു. അങ്ങനെ മീൻകറിയും ചിക്കനും ഒക്കെ മീൻകറിയൊക്കെ തിളച്ചു. ചിക്കൻ ഞാൻ വറക്കാനായിട്ടാണ്. ചിക്കൻ കറി വെക്കുന്നില്ലേ, മീൻകറി ഉണ്ടല്ലോ. അപ്പോൾ ചിക്കൻ കറിയും വെച്ചാൽ രണ്ടും കൂടിയായിട്ട് ഇതാവും. പിറ്റേ ദിവസം പിന്നെ ഫുഡ് സദ്യയല്ലേ, അന്നൊക്കെ എടുക്കാൻ പറ്റില്ല. തിരുവോണത്തിന് അന്നൊക്കെ എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അമ്മ മീൻകറിയൊക്കെ സെറ്റാക്കി മീൻ കഷ്ണമൊക്കെ അതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇത് അമ്മ ഈ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ ഈ കറി. അങ്ങനെ പയറും മത്തങ്ങയും വെക്കണത് ശാസ്ത്രമെന്ന് പറഞ്ഞിട്ട് അതമ്മ വച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അയില വറക്കാണ്ട് ചിക്കൻ ഞാൻ വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ചിക്കൻ വറക്കുമ്പോൾ തന്നെ പോവും ഗൈസ്. ഞാൻ വറുത്തെടുക്കുമ്പോഴേക്കും ആ മണം കേൾക്കുമ്പോഴേക്കും എൻ്റെ പൂച്ചക്കുട്ടി മക്കളുണ്ട്, അവരിങ്ങനെ ഓരോ പ്ലേറ്റും കൂടി വന്നിക്കും. ഇത് ആദ്യം വറുത്തില്ല ഞാൻ, ആ ചോറിനണ നേരത്ത് വറക്കാമെന്ന് വെച്ചു. പക്ഷേ ആ നേരത്തെ അവർ ചോറിനാണ്ട് ഇത് മാത്രം കഴിച്ചിട്ട്. അങ്ങനെ അയില വറുത്തത് അമ്മയ്ക്കും പിന്നെ ആവോലി കൂട്ടാനും പയറും മത്തങ്ങയും ചോറും എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചിക്കൻ വറുത്തതൊക്കെ ഒരു ലോഡൊക്കെ ഇങ്ങനെ ശരിയായി. ലോഡ് ശരിയാകുമ്പോഴേക്കും അമലുട്ടൻ വന്നിട്ട് ടേസ്റ്റ് നോക്കാനായിട്ട് പൂച്ചക്കുട്ടി പോലെ അപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അവ അങ്ങനെ ആ പ്ലേറ്റും കൊണ്ടിട്ട് അവ ഹോളിലേക്ക് പോവും. അങ്ങനെ പിള്ളേഴ്സ് 3 ആളും കൂടിയിട്ട് അതൊരൊറ്റ ഓരോ കയ്യിൽ പിടിക്കുമ്പോഴേക്കും അതങ്ങോട്ട് തീരുമല്ലോ. അപ്പോൾ അടുത്ത പ്ലേറ്റും കൊണ്ട് വരും. അപ്പോൾ ഫുഡ് കഴിക്കാൻ അവർക്കൊരു ഇതുണ്ടാവില്ല. ഇത് ഇങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വിശക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് ഞാൻ പറയും ഫുഡ് കഴിക്കുമ്പോൾ എടുക്കാം, ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാൻ നിർബന്ധിച്ചിട്ട് ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയെടുക്കുക കേട്ടോ 2-3 ആൾ. അപ്പോൾ അമ്മയുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കണം. എൻ്റെ പ്ലേറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കും. പ്രേക്ഷേട്ടൻ എത്തിയിട്ടില്ല. പ്രേക്ഷേട്ടൻ ഓട്ടമുള്ള കാരണം ഓട്ടത്തിനനുസരിച്ചൊക്കെ വരുള്ളൂ, കറക്റ്റ് ടൈമിനൊന്നും എത്തില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കുക. അപ്പോൾ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിയുമ്പോഴേക്കും പ്രേക്ഷേട്ടൻ എത്തിയിട്ടാ. പ്രേക്ഷേട്ടൻ വരുമ്പോൾ ഒരു സംഭവമായിട്ടാണ് വന്നിട്ടില്ല കേട്ടോ. പാലട പായസം പോളിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കണ്ട സന്തോഷത്തിൽ നമ്മൾ വേഗം അത് എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പായസം കഴിക്കുന്ന നാളെ ഞങ്ങൾ തിരുവോണത്തിന് ഞങ്ങൾ പരിപ്പ് പായസമാണ് ഓർഡർ ചെയ്തെടുക്കുക. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പൂവും കൊടുക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം തിരുവോണത്തിന് ഒന്ന് പൂക്കളിടാനുള്ള പൂവും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പൂവൊക്കെ ആരാധ്യമോൾ ഒരു കൊട്ടയിലൊക്കെ ആക്കി വയ്ക്കുക. അതിനൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ആരാധിക്കുക കേട്ടോ. പെൺകുട്ടികളാകുമ്പോൾ അങ്ങനെയാണല്ലോ, നമുക്കല്ലേ ഇതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് കൂടുക. അപ്പോൾ അതൊക്കെ സെറ്റാക്കി. അപ്പോൾ ഇതൊക്കെ ആ ബോളിയും അതൊക്കെ പ്രേക്ഷകന് ചോറ് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ അതൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഗുരുവായൂരിന്ന് വരുന്ന വഴിക്ക് പഞ്ചാരമുക്ക് ഗുരുവായൂരിന്ന് വരുന്ന വഴിക്ക് എപ്പോഴും ഈ പായസം ഉണ്ടാവും. ഈ വഴിയിലുള്ളവർക്കൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കാം. അമലുട്ടിന് നല്ല ഇഷ്ടമാണ് കേട്ടോ.
അങ്ങനെ ദേ പ്രേക്ഷേട്ടന് ഞാൻ ചിക്കൻ വറുത്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് വറക്കാലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഇങ്ങനെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആ ടേസ്റ്റ് പോവും. തണുത്ത് കഴിഞ്ഞാൽ ചിക്കൻ വറുത്തിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഒരു രസമല്ലേ. അപ്പോൾ അത് പ്രേക്ഷേട്ടന് ഞാൻ അപ്പം വറുത്തുള്ളൂ. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ പേടിച്ചിട്ട് എടുത്തിരുന്നിട്ടാ ചൂട്. അങ്ങനെ ദേ പ്രേക്ഷേട്ടൻ്റെ അടുത്തിരുന്ന് ഞാനും പായസമൊക്കെ കഴിക്കാട്ടോ. പ്രേട്ടൻ പറയാം കുറച്ച് കഴിച്ചാൽ മതി മധുരമാണെന്ന് പറയട്ടോ. അപ്പം പ്രേക്ഷേട്ടന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല കുഴപ്പമില്ല. അങ്ങനെ ദേ പച്ചക്കറികളൊക്കെ അരിഞ്ഞൊക്കെയായിട്ട് പിറ്റേ ദിവസം തിരുവോണത്തിൻ്റെ അന്നൊക്കെ ഉള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ടേക്ക് പുറത്ത് പോകാണ്ട് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ മറന്നുണ്ടാവും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് മറന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ പോയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. തലേദിവസം പോയിട്ട് പുറത്തെ വൈബൊക്കെ ഒന്നും ഇതാക്കിയില്ലെങ്കിൽ. അങ്ങനെ ദേ ഞങ്ങൾ അടുക്കളയിലുള്ള പച്ചക്കറി അരിയൽ പരിപാടിയിൽ എല്ലാവരും ഹെൽപ്പിനുണ്ട് കേട്ടോ. അമ്മ ഞാൻ അരിഞ്ഞു തരാമെന്നൊക്കെ ആദ്യമോനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട അരിയേണ്ട. കാരണം ഈ പച്ചക്കറികൾ അരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ അങ്ങനെ മുറിഞ്ഞാലോ ശരിക്കും പേടിയാണ്. ആരാധ്യമോൾക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല. ഉള്ളി നന്നാക്കി തരും, അങ്ങനെയൊക്കെയാണ് ആരാധ്യമോൾ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ വേഗം അരിയുക, സെക്ഷൻ ആക്കിയിട്ട് ഞാൻ ആക്കി വെക്കും. ഈ വെണ്ടയ്ക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പാറിലേക്കുള്ള ഐറ്റംസ് ഒരു സെക്ഷൻ, അവിയൽ, അങ്ങനെ ഓലൻ, കാളൻ, ഇഞ്ചുംപുളി, പിന്നെ പൈനാപ്പിൾ പുളിശ്ശേരി, അങ്ങനെ കുറേ ഐറ്റംസ് ഇല്ലേ. അപ്പോൾ എല്ലാതും ഞാൻ അങ്ങനെ സെക്ഷനാക്കിയിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ ആദ്യമോ പറഞ്ഞു ഞാൻ അരിയണില്ല, പക്ഷെ ഞാൻ കഴുകി തരാൻ വെക്കിയെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ കഴുകി തരാൻ വേണ്ടിയിരിക്കുക. അപ്പോഴേക്കും അമ്മ ഞങ്ങൾക്ക് എന്നിട്ട് നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടാക്കിയ വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് അതാണ് ഞങ്ങൾ 4 മണിക്ക് കഴിക്കുക. ഞങ്ങൾ ചായ കുടിക്കാറില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അതാണ് കഴിക്കുക. അപ്പോൾ അതൊക്കെ അമ്മ ഞങ്ങൾക്ക് സെറ്റാക്കി തരികയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുടിക്കാൻ വായിൽ വെക്കുമ്പോഴേക്കും ആദ്യമോ വന്നിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് കൂട്ടാ. അങ്ങനെ ഇത് എന്തിരിക്കുക, കാളലിലേക്ക് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്, അവിയലിലേക്ക് സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താ എല്ലാ ഐറ്റംസും ഞാൻ അരിഞ്ഞ് വെക്കും കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ സെറ്റാക്കി വെക്കും. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അധികം പണിയില്ല. അപ്പോൾ ഇതൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും ഗൈസ്. കാരണം ഞാൻ ഇതൊക്കെ വന്നിട്ട് പിന്നെ ഞാൻ 12 മണി വരെ ഇരുന്നിട്ട് ഇത് ചെയ്യേണ്ടി വരില്ലേ. അപ്പോൾ എല്ലാ പണിയിലും എല്ലാതും ഞാൻ സെറ്റാക്കിയത് ഇതൊക്കെ ഞാനിനി ഓരോ ഇതിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റിട്ടാ. ഈ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കളയാളെ പണി അമ്മയുടെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോവാട്ടാ. അങ്ങനെ ഈ ഐറ്റംസും പൈനാപ്പിൾ പുളിശ്ശേരിയിലേക്കുള്ളതും ഒക്കെ എരിഞ്ഞ് വെച്ചു. അങ്ങനെ അമ്മലുട്ടനും ഒരു ട്യൂബ് മാറ്റാണ്ടായിരുന്നു. അപ്പോൾ പ്രേക്ഷേട്ടനും അമ്മലുട്ടനും കൂടിയിട്ട് അത് മാറ്റിയിട്ടാ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ള പരിപാടിയിൽ ഇറങ്ങിയിട്ടാ. പാവർട്ടിയിലേക്ക് ഇറങ്ങി ഞങ്ങൾ ഗാർഡനിലേക്കാണ് പോകാൻ വിചാരിച്ചുള്ളത്. എല്ലാ കടയിലും നേന്ത്രക്കാലകളൊക്കെ ഇങ്ങനെ കെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാട്ടോ ഓണത്തിൻ്റെ സമയത്ത് പുറത്ത് പോകുമ്പോൾ. അങ്ങനെ ഗാർഡൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ എത്തി കുറച്ച് മീറ്റൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു. ചേച്ചി വരിക ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം വരിക. അല്ല, ഓണത്തിൻ്റെ അന്ന് ഉച്ചതിരിഞ്ഞ് വരിക. അന്ന് ഞങ്ങളുടെ സദ്യ. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് 2 ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ മീറ്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവല്ല. അപ്പോഴേക്കും ഞാൻ എല്ലാം സെറ്റാക്കി വെക്കും കേട്ടോ. അപ്പം മട്ടനോ ബീഫോ ഒക്കെ വാങ്ങിക്കും, ചിക്കൻ വാങ്ങിച്ചേക്കും, പിന്നെ ആവോലി വാങ്ങിച്ചേക്കും. മട്ടനും ബീഫും ശോഭേട്ടൻ കഴിക്കുക, അതാ കഴിക്കുള്ളൂ, ചിക്കൻ കഴിക്കില്ല. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ചേച്ചിയുടെ പിള്ളേർക്ക് ചിക്കനാണ് ഇഷ്ടം. അപ്പോൾ രണ്ടും ഞാൻ വാങ്ങിച്ച് സെറ്റാക്കും, മീനും സെറ്റാക്കും കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ജ്യൂസൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ജ്യൂസിൻ്റെ ഐറ്റംസിൻ്റെ അവിടേക്കൊക്കെ വന്നെടുക്കണം കേട്ടോ. അപ്പോൾ കോൾഡ് കോഫി എന്നിട്ട് ലാസ്റ്റ് വാങ്ങിച്ചത്. ജ്യൂസുകളൊക്കെ ഞാൻ നോക്കിയിട്ട് അങ്ങനെ അവിടെ നിന്നും പോരട്ടെ, വേഗം പോരണം. കാരണം അമ്മ ഇൻസുലിൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പറപ്പൂരത്ത് അമ്മ ഇൻസുലിൻ വാങ്ങിക്കാൻ പറഞ്ഞു. ഇത് ഞാൻ പൂരംപൊടി നോക്കിയതാട്ടോ. അങ്ങനെ പറപ്പൂരത്ത് അമ്മ ഇൻസുലിൻ പറഞ്ഞ കാരണം അത് വാങ്ങിച്ച് അമ്മയ്ക്കൊന്ന് കൊണ്ടു കൊടുക്കണം. പിന്നെ അവിടെ ചാച്ചും അമ്മൂസൊക്കെ ഒന്ന് വരേണ്ടതാണ്. പക്ഷെ അവർക്കൊന്നും വരാൻ പറ്റില്ല. ചാച്ചു ഇപ്പോഴും അഡ്മിറ്റ് അല്ലേ. അപ്പോൾ അവർക്കൊന്നും വരാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ഞാൻ അത് ബില്ലിടാനുള്ള സെക്ഷനിലേക്ക് എത്തിയിട്ടാണ്. അപ്പോൾ കണ്ട കുറച്ച് സാധനങ്ങളുള്ളോ. അപ്പോൾ അതൊക്കെ ബില്ലിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് കഴിഞ്ഞ് വേഗം പറപ്പൂരെത്തി അവിടെ അവരെയൊക്കെ ഒന്ന് കണ്ട് അമ്മയ്ക്ക് ഇൻസുലിനൊക്കെ കൊടുത്തിട്ട് വേഗം തിരിച്ച് വീട്ടിലേക്ക് എത്തണം കേട്ടോ. ഇന്ന് വേഗം കിടന്നുറങ്ങണം. നാളെ തിരുവോണമല്ലേ. അപ്പോൾ നാളെ നേരത്തെ എണീക്കേണ്ടതല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ ഗാർഡനിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട്. അപ്പോൾ ആ കോൾഡ് കോഫിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ അമലുട്ടാൻ ടേസ്റ്റ് നോക്കുക കേട്ടോ. ആരാധമൾക്ക് കബക്കട്ട ഗൈസ്. കബക്കട്ടായാലും അവൾക്ക് ഏറ്റവും ഇഷ്ടം ഈ തണുത്ത ഐറ്റംസാണ്. അപ്പോൾ തണുത്ത ഐറ്റംസ് കഴിച്ച് അപ്പോൾ അവൾക്ക് വയ്യ, എന്നാലും മോൾക്ക് അതാ വേണ്ട. അങ്ങനെ ഇൻസുലിൻ വാങ്ങിക്കാൻ ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിലേക്കൊക്കെ വന്ന് അമലുട്ട ഇറങ്ങി അതൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോരുമ്പോൾ മുല്ലപ്പൂവും പിന്നെ എന്തോ വാങ്ങിക്കണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. സാമിക്കുള്ള പൂവും ഒക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അമലുട്ട മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുന്നപ്പോൾ ആരാധ്യമോള് അവിടെ വേറൊരു തരം പൂ കണ്ടു. അപ്പോൾ ആ പൂവും വേണം ചേട്ടാ, ആ പൂ വാങ്ങിച്ചായോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സാമിക്ക് വെള്ളിയാഴ്ച പൂജ ചെയ്യാറുണ്ട്. അപ്പോൾ സാമിക്കും വെക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ പൂട്ട് ഒരു പിങ്കും ഒരു തുളസിയുടെ
ഒരു ഇതും കൂടിയിട്ടുള്ള പൂവില്ലേ, അപ്പോൾ ആ പൂവൊക്കെ കൂടിയിട്ടുള്ളതും രണ്ടും ഞങ്ങൾ വാങ്ങിക്കാം കേട്ടോ. അങ്ങനെ ദേ അതും വാങ്ങിച്ചു. അത് ആരാധ്യമോൾക്കും വാങ്ങിച്ചു, സ്വാമിക്ക് വെക്കാനും വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ പള്ളിയുടെ അവിടെയൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരുടെ ആഘോഷം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അവിടെ ഇതേ ഡെക്കറേഷനൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പറപ്പൂർക്ക് പോയിക്കൊണ്ടിരിക്കുക. അമൃതേട്ടൻ്റെ കടയിലെത്തി. അമൃതേട്ടൻ്റെ കടയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അമലുട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുക. നല്ല തിരക്കാണ് കടകളിലൊക്കെ. ഒന്ന് ഉത്രാടപ്പാച്ചിലല്ല ഗൈസ്, എല്ലാവരും സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നിട്ടേ നല്ല തിരക്കാണ്. അങ്ങനെ ദേ പറപ്പൂർ എത്തിയിട്ടാ. പറപ്പൂർ എത്തിയിട്ട് ബെല്ലടിച്ചപ്പോൾ ചാച്ചുട്ടനൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും വാലോർന്നെടുക്കും. അങ്ങനെ ദേ ഞങ്ങൾ ഇൻസുലിനൊക്കെ കൊണ്ടുകൊടുത്തു. അമ്മാമ്മയുടെ പണികളൊന്നും അവിടെ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ പിന്നെ അവരൊന്നും ഇല്ലാത്ത കാരണം അമ്മയ്ക്കൊരു ഉഷാറില്ല. എന്നാലും അച്ഛ അതിനൊക്കെ ഒരു കുറച്ച് ദിവസം മുമ്പ് എന്തുട്ടാ പഴക്കൊലൊക്കെ കുറച്ച് ദിവസം മുമ്പേ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ണിയപ്പം അമ്മ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പ്രാവശ്യം ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് അച്ചാച്ച ഒരെണ്ണം കൊടുന്നായി എന്ന് പറഞ്ഞപ്പോൾ ആരാധ്യമോൾ ഉണ്ണിയപ്പം കൊടുന്നു കൊടുത്തു. അങ്ങനെ ആദ്യമോനൊക്കെ ചോറിന് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലെത്തി. അമ്മയ്ക്കൊക്കെ പറപ്പൂരത്ത് അമ്മ കൊടുത്ത ഉണ്ണിയപ്പമൊക്കെ ഇവിടെ അമ്മയ്ക്കൊക്കെ കൊടുത്തു. അങ്ങനെ ഇന്ന് തിരുവോണ ദിവസമായിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇന്ന് ഉഷാറില്ല, എനിക്ക് എന്തോ ഒരു ഇത്. അങ്ങനെ ദേ കറികളൊക്കെ ഇങ്ങനെ ദേ എല്ലാ കറികളും സെറ്റായിട്ടാണ്. സാമ്പാറും രസവും അവിയലും ഇഞ്ചിമുളിയും അച്ചാറും 2 തരം അച്ചാറുണ്ട് കേട്ടോ. മോരും പൈനാപ്പിൾ പുളിശ്ശേരിയും എല്ലാം, ഉരുളൻ കിഴങ്ങിൻ്റെ ഒരു ഇതും. അപ്പോൾ അതിലേക്കൊക്കെ അമ്മ കാച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ കാച്ചിടുകയാണ് കേട്ടോ. എല്ലാ 2 രസത്തിലേക്കും സാമ്പാറിലേക്കും പിന്നെ പൈനാപ്പിൾ പുളിശ്ശേരിക്കൊക്കെ കാച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൂജ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിന്ന് പീരീഡ്സ് ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്. പക്ഷെ അമ്പലത്തിൽ പോകാൻ പറ്റില്ല എന്നുള്ളൂ. ശരീരമൊക്കെ ശുദ്ധിയായിട്ട്, പക്ഷെ അമ്പലത്തിൽ പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ദേ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവരൊക്കെ അമ്പലത്തിൽ പോകാൻ റെഡിയാകുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കുക കേട്ടോ. എന്നാലും ഞാനും റെഡി ആയിട്ടാണ് ഗൈസ്. എനിക്ക് കുറച്ച് ഇവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ ആദ്യം മോനൊക്കെ ദേ ഷർട്ടിട്ട് സുന്ദരനാവിട്ടാ. എൻ്റെ മോൻ കുട്ടിക്കുറുമ്പ് നല്ല രസമല്ലേ ഗൈസ്. അങ്ങനെ ദേ ആരാധ്യമോളോടൊക്കെ ഒരുങ്ങാൻ പറയുമ്പോൾ അവർ ദേ പുറത്ത് പൂക്കളത്തിൻ്റെ പരിപാടി. അങ്ങനെ ദേ അമ്മ ദേ സെറ്റ് മുണ്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സെറ്റ് മുണ്ട് എടുക്കണം കാണും ഗൈസ്. കുറേ സമയം ഇവർക്കൊന്നും എടുക്കാൻ ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് എടുത്ത് കഴിവിട്ട് അതേ കണ്ട സെറ്റ് മുണ്ടൊക്കെ എടുത്തത് സുന്ദരി പെൺകുട്ടിയായിട്ട് ഇതേ നിൽക്കണു. അപ്പോഴേക്കും ഇതേ പ്രേക്ഷേട്ടൻ വണ്ടി കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് ഇതേ പ്രേക്ഷേട്ടൻ പ്രസാദമൊക്കെ വന്ന് കഴിക്കട്ടെ. അപ്പോൾ ഒരു ചിരിക്കാൻ പറയുമ്പോൾ കാണിച്ചു തട്ടത്. അങ്ങനെ ഇതേ ഞാനും റെഡിയായി ഗൈസ്. ഞാൻ അമ്പലത്തിൽ പോയില്ലെങ്കിൽ ഇവരുടെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് സുന്ദരി കുട്ടിയായിട്ട് ഞാനും നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെയൊക്കെ ഫോട്ടോസ് എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ വരില്ല, അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഇതേ ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ശേഷം അവർ അമ്പലത്തിൽ പോകണം കേട്ടോ. അപ്പോൾ പിള്ളേഴ്സൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് വായോട്ടാന്ന് പറഞ്ഞിട്ട് കോട്ടറമ്പലിക്കല്ലേ, ഞങ്ങളുടെ തൊട്ടടുത്താണ്. അപ്പോൾ അമ്മയ്ക്ക് വയ്യ, കാലുകൊണ്ടൊരു ഇതാണ്. അപ്പോൾ അവർ വന്നു. അതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ഫോട്ടോസ് എടുക്കണം കേട്ടോ. അപ്പോൾ അമ്മൽമോനും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ഫാമിലി ഫോട്ടോ എല്ലാ പ്രാവശ്യം എടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ സെറ്റാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയണു, എല്ലാവരും എന്തെങ്കിലുമൊക്കെ എന്നും പറഞ്ഞിട്ട് ഞാൻ എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ കാരണം ടൈമായി. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട്, ഇവിടുന്ന് സദ്യ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ. വീട്ടിൽ ഇപ്രാവശ്യം ആരും ഇല്ലല്ലോ. ചാച്ചുവിനും അമ്മൂസിനൊന്നും വരാൻ പറ്റാത്ത കാരണേ ആരും ഇല്ലല്ലോ. അപ്പോൾ സദ്യയൊക്കെ ഞാൻ വിളമ്പി തുടങ്ങിയിട്ടാണ്. അധികം നേരമായിട്ടില്ല, പക്ഷെ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. രാവിലെ നേന്ത്രപ്പഴം മാത്രമല്ല പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് കഴിച്ചത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചു. ഞാൻ പിന്നെ ചിന്ന വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിന്നയ്ക്കും ഫുഡ്, അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കണം ആ നേരത്തെ വന്നത്. അപ്പോൾ ഞങ്ങൾ ചിന്നയ്ക്കും ഫുഡ് സെറ്റാക്കിയിട്ട് അപ്പുറത്ത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതപ്പോൾ പ്രേക്ഷേട്ടനുള്ള അല്ല കേട്ടോ. ഇതിലിതേ ഈ ഐറ്റംസൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. എല്ലാ ഐറ്റംസും ഉണ്ട്. പൈനാപ്പിൾ പുളിശ്ശേരിയും ഓലനൊക്കെ ഞാനുണ്ട് വെച്ച് ഗൈസ്. പിന്നെ അമ്മ സാമ്പാർ ഐറ്റംസൊക്കെ അമ്മയായിട്ടാണ് വെച്ചത്. എല്ലാ ഐറ്റംസ് അരിഞ്ഞ് തേങ്ങയും സാധനങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വയ്ക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കി ഞങ്ങളുടെ തിരുവോണ സദ്യ ഞങ്ങൾ ഉണ്ട് കേട്ടോ. അതേ ചിന്ന വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ അടുത്തൊരു ഫാമിലി മെമ്പർ പോലെ. അപ്പോൾ ചിന്ന ഇട്ടിട്ട് ഞങ്ങളുടെ കൂടെ കഴിക്കാം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സന്തോഷമായിട്ട് ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. പ്രേക്ഷേട്ടൻ പറയും മതി ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നു എന്നൊക്കെ പറയണം കേട്ടോ. അമ്മപ്പെണ്ണും എല്ലാവരും കഴിക്കാനായിട്ട് ഇരിക്കുക. നല്ല സൂപ്പർ സദ്യയായിരുന്നു കേട്ടോ. എൻ്റെ പ്രേക്ഷേട്ടൻ ഇന്ന് ഇടയ്ക്കാണ് കേട്ടോ പ്രേക്ഷേട്ടൻ ഞങ്ങൾക്ക് കിട്ടുക. എപ്പോഴും ഓട്ടത്തിലാവും. അങ്ങനെ ഞങ്ങൾ പുറത്ത് അവിടെ വീടിൻ്റെ അടുത്ത് മുസ്ലിം വീടുകളുണ്ട്. അപ്പോൾ അവിടേക്ക് ഞങ്ങളിങ്ങനെ ഫുഡ് കൊടുക്കും. അവരുടെ ഇതാവുമ്പോൾ അവരും തരും. അവർ ബിരിയാണിയൊക്കെ ഞങ്ങൾക്കും തരും. അങ്ങനെ അവർക്കുള്ളതൊക്കെ പകർത്തിയിട്ട് ആരാധ്യയുടെയിലും അമലിൻ്റെയിലും അങ്ങോട്ട് കൊടുത്താക്കി കേട്ടോ. അവർക്കും കൂടി കൊടുത്തയച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പറപ്പൂർക്ക് പോകട്ടെ. കാരണം പറപ്പൂർ അച്ഛനമ്മയും മാത്രമല്ലേ ഉള്ളൂ. പ്രാവശ്യം അമ്മൂസും ചാച്ചൊന്നും ഉണ്ണൂട്ടനൊക്കെ അവിടെയാണ്. ഉണ്ണൂട്ടൻ വരും കേട്ടോ. 10 ദിവസം കൊണ്ട് കഴിഞ്ഞ് ഉണ്ണൂട്ടൻ വരും.
അങ്ങനെ ഞങ്ങൾ അമ്മോടൊക്കെ പറഞ്ഞിട്ട് പോരുന്നുണ്ട്. അപ്പോൾ ഇനി വരിക ചോദിക്കുമ്പോൾ ഇനി വരികയെന്ന് ചോദിക്കണ്ട. അപ്പോൾ അച്ഛൻ പറയാ ഇനി സ്കൂൾ തുറക്കും, തിങ്കളാഴ്ച സ്കൂൾ തുറക്കും, നിങ്ങൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയട്ടെ. അങ്ങനെ ഒന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ പ്രിയേച്ചി എത്തൂട്ടെ, പ്രേഷേട്ടൻ്റെ പെങ്ങളി. അപ്പോൾ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപ്പ് പായസം അച്ഛന് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് അമ്മ കൊടുത്തേക്കേട്ടാ. അങ്ങനെ ഞങ്ങളൊക്കെ അമ്മോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കണം കേട്ടോ. നമുക്ക് ടാറ്റൊക്കെ കൊടുത്ത് ഇറങ്ങുക. ചിന്ന പോയിട്ടില്ല കേട്ടോ, ചിന്ന അവിടെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ പോന്നു കേട്ടോ. പ്രിയേച്ചി കുറച്ച് കഴിഞ്ഞാൽ പ്രിയേച്ചി അവിടെ എത്തും കേട്ടോ. അങ്ങനെ പ്രിയേച്ചി എത്തി കഴിഞ്ഞാൽ ഞങ്ങളെ വിളിക്കും. അപ്പോൾ നാളെയോ മറ്റന്നാളോ ഇപ്പോൾ ഇവിടെ നിന്ന് പ്രിയേച്ചിനൊന്ന് കാണാൻ പോകണം. അങ്ങനെ ചെന്നപ്പോൾ അവിടെ ഇതൊക്കെയാണ് കേട്ടോ. അവിടെ മട്ടൻ, സാമ്പാർ, എല്ലാ സദ്യയുടെ ഐറ്റംസും ഉണ്ടാവും. അതിൻ്റെ ഒരു ഇറച്ചി കൂട്ടാനുണ്ടാവും കേട്ടോ. ഞങ്ങൾ ചെറുപ്പം മുതൽ അങ്ങനെ കേട്ടോ. അച്ഛനും അങ്ങനെ ഒരു ഇതാണ്. അവിടെ സദ്യയുടെ ഒപ്പം എന്തെങ്കിലും ഒരു നോൺ വെജ് ഉണ്ടാവും കേട്ടോ. അച്ഛൻ്റെ വീട്ടിൽ പണ്ടേ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അച്ഛനോട് ആ നേരത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കും ഗൈസ്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ ഇങ്ങോട്ട് നോക്കച്ചാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാതിരിക്കുക കേട്ടോ. ആരാധ്യ മോള് ആ നേരത്തെ കണ്ട തണുത്ത ഐറ്റംസ് കഴിച്ച് കഴിഞ്ഞാൽ ആരാധ്യക്ക് പറ്റില്ല. 4 ആരാധ്യ അവിടെ ഇരുന്ന് തുമ്മുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. പ്രേഷേട്ടൻ മുകളിൽ, പ്രേഷേട്ടന് താഴെ ഇരിക്കാൻ പറ്റില്ല. പ്രേഷേട്ടന് കാലിനൊരു വയ്യാത്ത കാരണം പ്രേഷേട്ടന് താഴെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും താഴെ ഇരിക്കുക. അച്ഛനൊരു ഉഷാറില്ല കേട്ടോ, ചാച്ചുട്ടില്ലാത്ത കാരണം. എന്നാലും ഉണ്ണൂട്ടനും ഇല്ലല്ലോ പ്രാവശ്യം. അല്ലെങ്കിൽ ഓണത്തിനൊക്കെ ആ ടൈമിലേക്ക് ലീവൊക്കെ വരാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ തിരുവോണ സദ്യയൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ട് ഗൈസ്. അപ്പോൾ ഓക്കേ ഗൈസ്.